നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നെയ്മർ ബ്രസീൽ ടീമിൽ ഉണ്ടാകാനാണ് കേട്ടോ സാധ്യത ലോകകപ്പിൽ. കാരണം ഇന്നലെ കാർലോ ആഞ്ചലോട്ടി, ബ്രസീലിൻ്റെ നിലവിലെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി അതിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകി എന്ന് പറയാം. പക്ഷെ അദ്ദേഹം വിട്ടു പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉണ്ടാകും, ഇവരുണ്ടാകും, നെയ്മർ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, വിട്ടു പറഞ്ഞിട്ടുമില്ല. പക്ഷേ ചില സൂചനകൾ ആഞ്ചലോട്ടി നൽകി. അതായത് ആഞ്ചലോട്ടി പറഞ്ഞത് ഇതാണ്: നെയ്മർ അസാമാന്യ പ്രതിഭയുള്ള ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കളിക്ക് വിശേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ലോകത്തിന് മൊത്തത്തിൽ അറിയാം അദ്ദേഹം ഗംഭീരമായ ഒരു കളിക്കാരനാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹം അടുത്തിടെ സങ്കീർണമായ ചില പരിക്കുകൾ അദ്ദേഹത്തിന് ഏറ്റിയിരുന്നു. ആ പരിക്കുകൾ വലിയ പ്രശ്നമായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിനൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ സമീപകാലത്ത് അദ്ദേഹം പരിക്കിൽ നിന്നൊക്കെ മോചിതനായി കൂടുതൽ കളികൾ കളിക്കുന്നുണ്ട്. സാൻഡോസിന് വേണ്ടി ക്ലബ് ലെവലിലൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീരുമാനമെടുക്കാൻ എളുപ്പമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നെയ്മർ കളിപ്പിക്കും. അപ്പോൾ ആ തീരുമാനം എളുപ്പമല്ലേ? അതായത് അയാൾ നന്നായി കളിക്കുന്നു, അയാളുടെ ഫിറ്റ്നസ് ലെവൽ കൂടിയിട്ടുണ്ട്, പിന്നെ അയാളുടെ പരിക്കിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊക്കെ കോച്ച് തന്നെ പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് തീരുമാനം എടുക്കാൻ എളുപ്പമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നെയ്മർ ടീമിൽ ഉണ്ടാകും എന്ന് തന്നെയാണല്ലോ നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ ഉണ്ടാകുമെന്ന് അയാൾ ഉറപ്പ് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണല്ലോ അത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട് 100% പ്രൊഫഷണൽ ആയിരിക്കും ആ തീരുമാനം. നെയ്മറെ എടുക്കണോ വേണ്ട എന്നുള്ള തീരുമാനം 100% പ്രൊഫഷണൽ ആയിരിക്കും. അപ്പോൾ പ്രൊഫഷണലായ തീരുമാനം എന്ന് പറഞ്ഞാൽ പരിക്കുന്ന ഭേദമായി വരുന്ന, ഫിറ്റ്നസ് ലെവൽ ഉയർന്നിട്ടുള്ള, സ്ഥിരമായി കളിക്കുന്ന, നന്നായി കളിക്കുന്ന ഒരു കളിക്കാരനെ പിന്നെ ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണല്ലോ പ്രൊഫഷണലിസം. അതും നെയ്മറെ പോലെ ഒരു ജീനിയസ്, ഒരു ലെജൻഡ്, ഒരു ഇതിഹാസം അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക. അത് എളുപ്പമായി ആ തീരുമാനം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിരിക്കും ആ തീരുമാനം എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നെയ്മർ ടീമിൽ ഉണ്ടാകാനാണ് ഇപ്പോഴത്തെ നിലവിൽ സാധ്യത എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം അത് വിട്ടു പറയുന്നുമില്ല. എന്തായാലും ഞാനാണ് ആ കാര്യം തീരുമാനിക്കുക എന്ന് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാത്രം തീരുമാനമായിരിക്കും നെയ്മർ വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ എനിക്ക് എളുപ്പമായിപ്പോൾ. കാരണം നെയ്മറുടെ ഫിറ്റ്നസ് ലെവൽ ഇടക്കാലത്ത് വലിയ പരിക്ക് സങ്കീർണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പരിക്കിൽ നിന്നൊക്കെ മുക്തനായി, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഉയർന്നിട്ടുണ്ട്, അദ്ദേഹം സ്ഥിരമായി കളിക്കുന്നുണ്ട്, അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം എടുക്കുക, ആ പ്രൊഫഷണലായ ആ തീരുമാനം എടുക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നെയ്മർ ഉണ്ടാകും എന്ന് തന്നെ 99% നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.